വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് അല്ല സമയം ഉച്ച കഴിഞ്ഞു. നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫ്. സോറി ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ചെറിയ ഒരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്, നാളെ ഞാനൊരു സ്ഥലത്തേക്ക് പോകണം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൂർ പോകണം ഗൈസ്. നമ്മൾ സ്കൂളിൽ നിന്ന് പോവാണ്. നമ്മൾ 10th ടൂറാണ്. അപ്പം ഞാൻ പോകണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് മുടി ഒന്ന് എന്തെങ്കിലും ആക്കണമെന്നുണ്ട്. കാരണം മറ്റേ എന്താ പറയുക, ചകിരി പോലെയാണ് ഇപ്പം എൻ്റെ മുടി കണ്ടോ. അതെ, എനിക്കൊന്ന് സ്പാ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് പോകണം. പിന്നെ ഇതേ ഒരാൾ കുറേ നാളായി പുറത്ത് കൊണ്ടുപോയിട്ട്, അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ പുറത്ത് കൊണ്ടുപോകാൻ നക്ക് അവിടെ ഇട്ടിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. ടുലിപ്സ് എത്തിയിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, നമ്മളങ്ങനെ ടുലിപ്സ് എത്തിയിരിക്കുകയാണ്. ഇനി എൻ്റെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിടിക്കും. അങ്ങനെ ഞങ്ങൾ ടുലിപ്സിൽ കയറി. ഈ ടുലിപ്സ് വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. തൃശ്ശൂർ അഞ്ചേരിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ടുലിപ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് സ്ഥിരം പോവാറ്. അങ്ങനെ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത്. മാളുവിന് ഹെയർ സ്പാ ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തിൽ അങ്ങനെ ചെയ്തത്. ശരിക്കും ഇടയ്ക്ക് ഒരു 6 month കൂടുമ്പോൾ ഒന്ന് ഹെയർ സ്പാ കൊടുക്കണത് മുടിക്കൊക്കെ നല്ലതാണ്, മുടിയുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പം എന്തായാലും ഇവിടെ ടൂറൊക്കെ പോവല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നാളോട് പറയണം ഹെയർ സ്പാ ചെയ്യണം അമ്മ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും പോവാന്ന് വിചാരിച്ചാൽ. കുട്ടിയുടെ പേര് നിഖിൽ എന്നാണ്. മാളുവിനാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, കുറച്ച് കൊറിയൻ കട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രഷാണല്ലോ. അപ്പോൾ ഇവളാകെ വണ്ടടിച്ചിരിക്കുകയാണ് ഈ കുട്ടി വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ അപ്പോൾ ആൾ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഹെയർ കട്ട് കൊടുത്താൽ ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഹെയർ കട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹെയർ കട്ടും ചെയ്തു. പിന്നെ പുള്ളി വെസ്റ്റ് ബംഗാളാണ് കേട്ടോ, കൊറിയൻ എന്നല്ല. കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കൊറിയനാണോ എന്ന്. ചെറിയൊരു കൊറിയൻ കട്ടൊക്കെ ഉണ്ടെങ്കിലും വെസ്റ്റ് ബംഗാളാണ് ആൾ. നിഖിൽ എന്നാണ് പേര്. അങ്ങനെ ആൾ നന്നായി ചെയ്തിട്ടാ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ നല്ല ഭംഗിയുണ്ടായിരുന്നു ചെയ്തിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ചതി പറ്റിയിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയി. അതിനി വഴിയെ കാണാം. അവിടെ പോയോടുകൂടി മുടി ആകെ കാറ്റടിച്ച് ആകെ ഭംഗിയൊക്കെ പോയി. എന്നാലും കുഴപ്പമില്ല, രസമായിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്തത്. മാളു എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ആളിഷ്ടപ്പെട്ടതല്ലേ, മുടി വെട്ടിയത് ഇഷ്ടപ്പെട്ടോന്ന്. ഓക്കെ. അങ്ങനെ മാളിൻ്റെ ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നാണ് ഓരോ തീരുമാനങ്ങൾ വരാം. ഒരു ഈവനിങ് ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീച്ച് കാണാൻ പോയാലോ എന്ന്. കുറേ നാളെ ബീച്ച് കണ്ടിട്ട് എന്ന് പറയുന്നു മാളും കുഞ്ഞാറ്റയും. അപ്പോൾ ഞങ്ങൾ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ളത് സ്നേഹതീരമാണ്. സ്നേഹതീരം അങ്ങനെ നമ്മൾ ഡയറക്ഷനൊക്കെ ഇട്ട് മാപ്പൊക്കെ ഇട്ട് അങ്ങനെ പോവാണ്. വാടാനപ്പള്ളി ബീച്ച് ആ ഒരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റിന് മുൻപ് അവിടെ എത്തണം, സൺസെറ്റ് കാണണം, അതൊക്കെ പറയാണ് കുഞ്ഞാറ്റ. അങ്ങനെ സൺ നോക്കിയിരിക്കുകയാണ് കേട്ടോ, സൺസെറ്റ് ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ കുറച്ചിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിന്നെ സൺസെറ്റ് ഞാൻ കാണിക്കുന്നു പറഞ്ഞിട്ട് കുഞ്ഞാറ്റേനെയും കൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങൾ സ്നേഹതീരാണ് മാളു ഡയറക്ഷൻ ഇട്ടുണ്ടായിരുന്നത്, ഗൂഗിൾ മാപ്പിൽ ഇട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയത് ഏതോ ഒരു ബീച്ചാട്ടോ, ചിലങ്ക ബീച്ച് എന്നൊക്കെയാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല രസം. അങ്ങനെ ഒരു സൈഡിൽ ഹോഴ്സ് റൈഡൊക്കെ ചെയ്യാം, കുറേ ഹോൾസൊക്കെ ഉള്ളൊരു സ്ഥലം, അടിപൊളി സ്ഥലം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അപ്പോൾ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സ്നേഹതീരം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്നാലും നമുക്ക് ബീച്ചിൽ കളിക്കുകയൊക്കെ ചെയ്യാം, ബീച്ചിൽ ഇറങ്ങാം, കളിക്കാം. പിന്നെ ടൈമൊന്നുമില്ല, എത്ര ടൈം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വേഗം അവിടെ ഇറങ്ങി. അപ്പോൾ നമ്മൾ സ്നേഹതീരം ബീച്ചിൻ്റെ അടുത്തുള്ളൊരു ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ബീച്ച്. സൺസെറ്റ് ആവണോ നോക്കാം, നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ. സ്നേഹതീരം നമ്മൾ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇത് അടിപൊളിയാണ്, നമുക്ക് ബീച്ചിലിറങ്ങി ഇഷ്ടം പോലെ കളിക്കാം. ഇപ്പോൾ സ്നേഹതീരം അതൊക്കെ തന്നെയാണല്ലോ, നമുക്ക് ബീച്ചിലിറങ്ങി കളിക്കാം. പിന്നെ ടൈമൊന്നും ഇല്ല, എത്ര ടൈം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി സ്നേഹതീരം പോകണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് നേരം കളിച്ച് പോകാമെന്ന് വെച്ചാൽ അവിടെ പട്ടമൊക്കെ പറത്തുന്നിട്ട് ആൾക്കാർ. അപ്പോൾ മാള് പറയുന്നുണ്ട് പട്ടം ഒരെണ്ണം വാങ്ങണം എന്ന്. അപ്പോൾ ഞങ്ങൾ പട്ടം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ടാണ് പട്ടം വാങ്ങാം. മാളു ആ കാട്ടേരവിടേക്ക് പോവാം, കാട്ടേരവിടേക്ക്. കാണാറുണ്ടാ? നമ്മൾ പട്ടം പറത്താൻ പോകണം. എനിക്കറിയില്ല,
അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് ഒരു ബക്കറ്റും കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു മണ്ണ് വാരി കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പട്ടവും വാങ്ങിച്ചു. പട്ടം ആളും ഇങ്ങനെ പറത്തി നടക്കുകയാണ്. കുഞ്ഞാറ്റ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. കുറച്ച് നാളായി ബീച്ചൊക്കെ കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവൾക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു. സൺസെറ്റ് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു. പറ്റണതൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ടാണ് പിടിച്ചത്. അപ്പോൾ അത് കാരണം കുറച്ച് പേരൊന്നും കിട്ടിയിട്ടില്ല ലോങ് വീഡിയോയിൽ. അങ്ങനെ എല്ലാവരും കണ്ടു. പിന്നെ പട്ടം ഒരു ബാധ്യതയായി കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു മാളു. അപ്പോൾ അത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ടീമിനെ കണ്ടു. കുഴപ്പമില്ല, ഇതിലെടുക്കാം. ഗൈസ് പട്ടം കൊടുത്ത് ഇവിടെ മാതൃകയായിരിക്കുകയാണ്. യൂട്യൂബിൽ വരും. ഈ പുണ്യപ്രവർത്തിക്ക് ഭയങ്കര ഇത് ചെയ്തത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. എന്റെ ഒരു വ്യക്തിക്ക് ഇത് തന്നത് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ? സ്നേഹം മാത്രം അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഓക്കെ, ബൈ ഗൈസ്. ബൈ ബൈ. താങ്ക് യു. ഗൈസ് നമ്മള് ഇനി ഇവിടുന്ന് വീട്ടിൽ പോവാണ്. കാരണം ഇപ്പൊ ഇരുട്ടായി. പക്ഷെ ഇരുട്ടായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ബീച്ചില്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ എല്ലാവരും. അപ്പൊ നമ്മള് വീട്ടിൽ പോകണം. ഇവിടെ ഒരാൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര വിശപ്പായി. നമുക്ക് കൊറേ ദൂരം പോണം വീട്ടിൽ. നമ്മള് കൊടുത്ത പട്ട പറക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പട്ടം കൊടുത്ത് അവരവിടെ എന്തെങ്കിലും കേട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പക്ഷെ രാത്രി ആയാലും നിങ്ങൾ അവിടുത്തെ ആൾക്കാരെ തിരക്ക് കണ്ടോ? അത്രയും രാത്രി ആവും തോറും ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ടൈമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എത്ര ടൈം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ഈ ബീച്ചിലൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കാം. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും. പക്ഷെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. നമുക്ക് പിന്നെ തൃശ്ശൂർക്ക് വരണം. തൃശ്ശൂരല്ല, നമ്മുടെ കുട്ടനല്ലൂരാണ് നമ്മുടെ വീട്. അപ്പോൾ അങ്ങോട്ട് ദൂരമുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ വേഗം ഇറങ്ങി. താലിയും കെട്ടി എന്താലേ കപ്പലിന്റെ ഉള്ളിൽ കുർബാന. ഇത് സൂപ്പറായിട്ടാ. പള്ളിക്ക് വരണം. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ഉണ്ടോ? ഞങ്ങൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് പിന്നെ വീട്ടിലെത്തിയത്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം, അതായത് മൺഡേ മോർണിംഗ് മാള് ടൂർ പോവാണ്. കൊടൈക്കനാലാണ് കേട്ടോ പോണത്. ഒരു ദിവസത്തെ ട്രിപ്പ്, അതായത് ഒരു നൈറ്റ് അവിടെ നിൽക്കും, പിറ്റേ ദിവസം വരും. രാവിലെ ഇവിടെ നിന്ന് പോവും, പുലർച്ചെ പോവും, പിറ്റേ ദിവസം രാത്രി ഒരു 10:30 ആകുമ്പോൾ വരും. ആ ഒരു ട്രിപ്പ് ഒറ്റ ദിവസത്തെ ട്രിപ്പുള്ളൂ. ഒരു നൈറ്റ് അവിടെ നിൽക്കുന്ന ട്രിപ്പാണ് കേട്ടോ. പിന്നെ ടൂർ പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അത് കാരണം അവൾക്ക് വ്ളോഗ് എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ മാത്രമല്ല, ഞാനും ആളിനോട് പറഞ്ഞു എടുക്കണ്ടെന്ന് വെച്ചാൽ സംഭവം എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല മെമ്മറീസ് ആണ്. നമുക്കതൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇടുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ ഫോൺ നമുക്കങ്ങനെ അവൈലബിൾ അല്ല കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് റൂൾസ് ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ ആകുമ്പോൾ അതിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും 2 ദിവസമല്ല, നീ അടിച്ച് പൊളിച്ച് വാ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം. അത് ഇതാകുമ്പോൾ ഒന്നുമില്ല, സുഖമായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു മാൾ ടൂർ പോയിട്ടാണ്. ഞാൻ അവിടെ കൊണ്ടാക്കി. ഞാൻ ഒരു 6:30 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പുറപ്പെട്ടു. അപ്പം മാളു ടൂർ പോയിട്ടാണ് സ്കൂളിലാക്കി. 6:30 ആയപ്പോൾ പുറപ്പെട്ടു. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ കറക്റ്റ് ഓരോരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ നമുക്ക് എവിടെ എത്തി വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് തന്നെ ഒരു സമാധാനം. പിന്നെ മാളു അങ്ങനെ 2 ദിവസമൊന്നും അങ്ങനെ മാറി നിന്നിട്ടില്ല. കുറേ നാളായി അങ്ങനെ മാറി നിന്നിട്ടില്ല. എപ്പോഴും ഉണ്ടാവില്ല, എൻ്റെ കൂടെ ഉണ്ടാവും. ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അടിച്ചു വിളിച്ചിട്ട് വരട്ടെ. പിന്നെന്താ, ഇന്നലത്തെ വീഡിയോൻ്റെ കൂടെ ഞാനിത് ജോയിൻ ചെയ്യണം. കാരണം ഇതിപ്പോൾ ഒരു ചെറിയൊരു പോർഷനുള്ളൂ, ടൂർ പോകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇനിയിപ്പം മാള് വന്നിട്ട് നമുക്ക് കോമഡി ഷോർട്സൊക്കെ ആയിട്ട് കാണാം.